സാമൂലെ, മറ്റൊരാൾക്ക് വഴി നിഷേധിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദൈവം ഈ മണ്ണ് സൃഷ്ടിച്ചത് നമുക്കെല്ലാവർക്കും വേണ്ടിയാ. നമ്മളത് വേലി കെട്ടി തിരിച്ച് അത് നമ്മളുടേതാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ അന്യനോടുള്ള കാരുണ്യമാണ് മനുഷ്യത്വത്തിന്റെ ലക്ഷണം. നാളെ സാമൂല് പള്ളിയിലേക്കൊന്ന് വാ, നമുക്ക് ഈ കാര്യം നേരിട്ടൊന്ന് സംസാരിക്കാം. ശരി സാമൂലെ, ഒക്കെ പറഞ്ഞതുപോലെ. കേട്ടോടാ, എത്രയോ കാലമായി വഴിതർക്കത്തിന്റെ പേരിൽ ആളുകൾ തമ്മിൽ തല്ലാൻ തുടങ്ങിയിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറുമില്ല. അന്യന്റെ കാലം എന്റെ മണ്ണിൽ കുത്തിപ്പോയാൽ തോറ്റുവെന്ന് കരുതുന്നവരോട് പിന്നെ എന്തു പറയാനാ? നീ മൈഥിലിയെ കണ്ടിട്ട് എന്തു പറഞ്ഞു? ഞാൻ മാമിനെ കണ്ട് ക്ഷമ പറഞ്ഞു. മാമിനത് മനസ്സിലായി. നിന്റെ മനസ്സ് ശാന്തമായോ? മാമിന് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ സങ്കടപ്പെടേണ്ട കാര്യം എന്താ? എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് സ്നേഹയുടെ പെരുമാറ്റമാണ് ഫാദർ. അവൾ പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് വേണ്ടി വേണമെങ്കിൽ മാമിൻ്റെ കാല് പിടിക്കാൻ അവൾ തയ്യാറാണെന്ന്. ഇതിൽ കൂടുതൽ സ്നേഹയ്ക്ക് എങ്ങനെ മാറാൻ പറ്റുന്നത്? സ്നേഹ ഇപ്പോൾ എൻ്റെ ഓരോ നിസ്സാര കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ ഓരോ ഫീലിങ്സും നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് പങ്കാളി എന്ന നിലയ്ക്ക് സ്നേഹം മാറിക്കഴിഞ്ഞു. സന്തോഷം. അങ്ങനെയാണല്ലോ വേണ്ടത്. ഇനി ഒരിക്കലും സ്നേഹയോട് മുഷിഞ്ഞൊരു വാക്ക് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല ഫാദർ. അവളെ വേദനിപ്പിക്കാനും പറ്റില്ല. നന്നായി. ഓരോ ദാമ്പത്യ പങ്കാളികളും ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോഴാണ് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറയുന്ന സങ്കല്പത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിനക്ക് മറ്റൊന്നും തോന്നരുത്. എന്താ ഫാദർ? മുമ്പൊക്കെ മൈഥിലിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ നീ വല്ലാതെ വാചാലനാകുമായിരുന്നു. ഞാൻ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും നീ എൻ്റെ പുറകെ നടന്ന് മൈഥിലിയെക്കുറിച്ച് പറയുമായിരുന്നു. മൈഥിലിയുടെ സ്നേഹത്തെക്കുറിച്ച് പറയും. പക്ഷേ ഇപ്പൊ നീ മൈഥിലിയുടെ അടുത്ത് പോയ കാര്യം രണ്ട് വാക്കിലൊതുക്കി. നീ സംസാരിക്കുന്നത് മുഴുവൻ സ്നേഹയെക്കുറിച്ചാണ്. ഫാദർ എന്തൊക്കെയാ പറയുന്നത്? സ്നേഹയെക്കുറിച്ച് ഞാനല്ലാണ്ട് മറ്റാര് പറയാനാ? എടാ, ഞാനൊരു തർക്കത്തിന് വേണ്ടി പറഞ്ഞതല്ലടാ. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്കെല്ലാവർക്കും ചില മാറ്റങ്ങൾ വരണമല്ലോ. മുൻപ് ചുറ്റുപാടുകൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന നീ ഇപ്പോൾ സ്നേഹയുമൊത്തുള്ള ജീവിതം, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, അങ്ങനെ ഒതുങ്ങി ചിന്തിക്കുന്നു. അതും ഒരർത്ഥത്തിൽ നല്ലത് തന്നെ. ഫാദർ എന്നെ കുറ്റപ്പെടുത്തുവാണോ? അതൊന്നുമല്ലടാ. എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ. വർത്തമാനകാലം എത്ര ഭംഗിയുള്ളതായാലും പൂർവ്വകാലം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ചെയ്താൽ നമ്മളെ തന്നെ കുഴിച്ചു മൂടുന്നു എന്നർത്ഥം. എന്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തത് ഞാൻ ക്ഷമിച്ചു. പക്ഷെ എന്റെ പാർട്ണർ മായാമഹേശ്വരിയുടെ പേരിൽ അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇതിലും മികച്ചമായ ചോദ്യം നീ ചോദിക്കാനുണ്ടോ സാറെങ്കെ? യാമി മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത് നീയല്ലല്ലോ, ഈ പറയുന്ന നിന്റെ ബിസിനസ് പാർട്ട്ണർ അല്ലേ? സോ വാട്ട്? അവളെ പോലീസുകാർ ചോദ്യം ചെയ്താ അത് എന്നെ എങ്ങനെ ബാധിക്കുമെന്നറിയോ? എന്റെ ബിസിനസ്സിൽ എത്ര വിള്ളലുണ്ടാക്കുമെന്നറിയോ? ഞങ്ങൾക്കറിയില്ല. നിനക്കത് വ്യക്തമായിട്ട് അറിയാമെങ്കില് അങ്ങനെ ഒരു ചോദ്യം ചെയ്യല് നീ വേണ്ടെന്ന് വെക്ക്. കാര്യം തുറന്നു പറഞ്ഞാൽ മതിയല്ലോ. അച്ഛൻ നാളെ തന്നെ DYSP ഓഫീസിൽ വിളിച്ച് ഈ പരാതി പിൻവലിക്കണം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതിനെക്കുറിച്ച് നീ ഇനി ചിന്തിക്കാൻ വേണ്ട. നിങ്ങൾക്കൊക്കെ എന്താ കാണേണ്ടത്? എന്റെ നാശോ അതോ എന്റെ മരണോ? എന്റെ അച്ഛനമ്മമാരുമായിട്ട് ഞാൻ തമ്മിൽ തെല്ലുമ്പോ നീ അത് കൈകെട്ടി നിന്ന് ആഘോഷിക്കുക. മായ ദ്രോഹിക്കുന്നതില് നിനക്കൊരു പ്രത്യേക സുഖമുണ്ട്. എന്തിന്? അവൾ എന്റെ അടുത്ത് ഇടപഴകുന്നുണ്ട്. തെറ്റാണ്. അസൂയപ്പെടാനുള്ള ക്വാളിറ്റി ഒന്നും ഞാൻ മായാമഹേശ്വരിൽ കണ്ടിട്ടില്ല. സാരിങ്ങിന് വില പിടിച്ചതായി തോന്നുന്ന പലതും എനിക്കിപ്പോ ഒട്ടും വിലയില്ലാത്തതായിട്ടാ തോന്നുന്നത്. മായാമഹേശ്വരിയോ എനിക്ക് പരിചയമുള്ള മറ്റ് സ്ത്രീകളെയോ എന്നിൽ നിന്നും അകറ്റിയ ഞാൻ എന്റെ തീരുമാനം മാറ്റി നിന്നിലേക്ക് തിരിച്ചു വരുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? എങ്കിലത് വേണ്ട. എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ
അത് ദേ ഇവളാ, ഈ നിൽക്കുന്ന ഡോക്ടർ മൈഥിലി. വെരി ഗുഡ്. ഇപ്പോഴെങ്കിലും വ്യക്തമായിട്ടൊന്ന് തുറന്നു പറഞ്ഞല്ലോ. അച്ഛൻ എന്ത് തീരുമാനിച്ചു? നാളെ രാവിലെ DYSP ഓഫീസിൽ നമുക്ക് ഒരുമിച്ച് പോവാം. മായെ പോലീസ് ചോദ്യം ചെയ്യരുത്. പറ്റില്ല മോനെ. നിനക്ക് ആരെല്ലാമാണോന്ന് നീ സ്വയം ചിന്തിക്കുന്ന അവളോട് ഈ കുടുംബത്തിന് ക്ഷമിക്കാൻ പറ്റില്ല. ഈ കുടുംബം ഞാനങ്ങ് ഇല്ലാതാക്കിയാലോ? മത്സരത്തിന് വന്നവരാരും പിടിച്ചു നിന്ന് ചരിത്രമില്ല സാരംഗിനോട്. തല കുനിച്ചും മുട്ടുമടക്കിയും തിരിച്ചു പോകാൻ പോലും സമ്മതിക്കാത്ത ചരിത്രമേ ഉള്ളൂ. തല്ലി തകർത്ത് ഇല്ലാതാക്കിയിട്ട് തന്നെയാ ശീലിച്ചിട്ടുള്ളത്. അത് ആർക്കെങ്കിലും കാണണോ? മായാമഹേശ്വരിയോട് ഒരൊറ്റ ചോദ്യം DYSP ചോദിച്ചാൽ അതിന് പകരം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കനത്ത വില കൊടുക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ച് മായ നല്ലവളാണ്. ഇന്ന് വരെ ഞാൻ കണ്ട സ്ത്രീകളിൽ ഏറ്റവും നല്ലവൾ. ഇന്നലെ യാമിമോളുടെ നോട്ടത്തില് എല്ലാം ഉണ്ടായിരുന്നു അനാമിക. അവളൊരു വാക്കുപോലും മിണ്ടിയില്ല. അവളുടെ നോട്ടത്തിന്റെ മുന്നില് സാരംഗ് ചുരുങ്ങിക്കൂടി ഇല്ലാതാവുന്ന ഞാൻ കണ്ടു. ഇതിനപ്പുറത്തേക്ക് എനിക്ക് തെളിവുകളൊന്നും ആവശ്യമില്ല. പിന്നെ സാരംഗൊന്നും സംസാരിച്ചില്ലേ? നാവിന് ബലമുണ്ടായിട്ട് വേണ്ടേ? യാമി പതുക്കെ പതുക്കെ മാറി വരിക. ഇങ്ങനെ പോയാ എന്താണ് സംഭവിച്ചതെന്ന് അവൾ പറയാൻ അധിക സമയം എടുക്കില്ലെന്ന് തോന്നുന്നു. അവളുടെ മാനസികാവസ്ഥ വെച്ച് ഒന്നും വിശ്വസിക്കാനും പറ്റില്ല. പെട്ടെന്ന് മാറുന്നത്. എന്തായാലും DYSPയുടെ ചോദ്യം ചെയ്യൽ കഴിയട്ടെ. അതിലെന്തായാലും തീരുമാനമാകാതിരിക്കില്ലല്ലോ. ആ എന്താ ഇന്ന് കോളേജിലൊന്നും പോണ്ടേ? സമയാവുന്നേ ഉള്ളൂ. അക്കാര്യത്തിൽ മിടിക്കുക മൈഥിലി. ഒരുങ്ങാൻ പറഞ്ഞ ദാ എന്ന് പറയും മുമ്പേ ആളിങ്ങെത്തിയിരിക്കും. എടുത്തു വെച്ചിട്ട് 2-3 ദിവസമായി. തീ പിടിച്ച് ഓടുന്നോണ്ട് തരാൻ പറ്റിയില്ല. ഒരു ചുരിദാറാ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു മാഡം. ആ, ഈ ഡയലോഗിന്റെ പാറ്റന്റ് ഇവളുടെ അമ്മയുടേതാ. എന്ത് വാങ്ങിക്കൊടുത്താലും ഒരാചാരം പോലെ ഇതുണ്ട്. അനാമികയുടെ അനിയത്തി എന്ന് പറഞ്ഞാ എനിക്കും അതേ സ്ഥാനം തന്നെയല്ലേ? കോൾ അടിച്ചല്ലോടി. ഡോക്ടർ മൈഥിലിയുടെ അനിയത്തി പദവി എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. നീ ലക്കിയ. മുളു പൊക്കോ. ഇന്നലെ അച്ഛൻ വിളിച്ചിരുന്നു. ഞാൻ കുറെ കള്ളം പറഞ്ഞു. അച്ഛൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും കള്ളം. ഒന്നും അറിയിക്കണ്ടെന്ന് തോന്നി. നന്നായി. ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും അവസാനിച്ചു പോവാണെങ്കിൽ അച്ഛനൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. എനിക്കറിയില്ല അനാമിക, ഈശ്വരൻ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നെന്ന്. എന്തു പറ്റി മോള്? ഒന്നുമില്ല അച്ഛാ. പിന്നെന്താ വല്ലാതിരിക്കുന്നത്? വല്ലാത്തൊരു തലവേദന ഉണ്ട്. ചെറുതായിട്ട് പനിക്കുന്നുണ്ടല്ലോ. ആ ഉണ്ട്. മരുന്ന് എന്തെങ്കിലും കഴിക്കണ്ടേ? അത് കഴിക്കാം അച്ഛാ. നീ അരുണിനോട് പറഞ്ഞില്ലേ? ഇല്ല, അച്ഛനും പറയണ്ട. പറഞ്ഞ ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മടിക്കും. അരുണിന്റെ ഡ്യൂട്ടിയിൽ ഒരു മുടക്കവും വരുത്തണ്ട. എന്താ അച്ഛാ? മുമ്പൊരു ദിവസം നീ ഇല്ലാത്ത വയറുവേദന പറഞ്ഞ് അരുണിനെ ഹോസ്പിറ്റലിൽ നിന്ന് വരുത്താൻ നോക്കി. ഇപ്പൊ ഉള്ള അസുഖം മറച്ചു വെച്ച് നീ ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. ആ വ്യത്യാസം ആലോചിച്ചതാ. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് അരുണിന് വേണ്ടിയാ.
ഇപ്പോ അരുണിന്റെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടം, അത്രമാത്രം. ആഹാ, അച്ഛനും മോളും ഇവിടെ ഇരിക്കുവാണോ? എടോ, എനിക്ക് പോണം. പൊക്കോ, അതിനെന്താ? ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ താൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? എനിക്കിവിടെ ജോലിയില്ലേ മിസ്റ്റർ? താൻ എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. എന്തേലും ഉണ്ടാച്ചാ? എനിക്ക് തന്നെ കണ്ടിട്ട് എന്തോ വല്ലാത്ത പോലെ. അതെന്താ കുഴപ്പമെന്നറിയോ? ഡോക്ടർ സാർ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങി വന്നിരിക്കല്ലേ. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് പോലുമില്ല, അതുകൊണ്ട് തോന്നുന്നതാ. പോ നോക്കേ. ആ, തനിക്ക് വന്നേ. എനിക്ക് 1-2 സാധനങ്ങൾ മേശപ്പുറത്തെടുത്ത് വച്ചിട്ടുണ്ട്. ഒരാൾ വരും, അയാൾക്ക് ഏൽപ്പിക്കാനുള്ളതാ. വാ വാ. തനിക്ക് പനിയുണ്ടല്ലോ. അത് ഈ സ്റ്റവിന്റെ അടുത്ത് നിന്നോണ്ടാവും. എന്റെ ജോലി എന്താണെന്ന് എനിക്കറിയില്ലേ? തനിക്ക് നല്ല പനിയുണ്ട്. ചെറിയ പനിയും തലവേദനയും ഉണ്ടെന്ന് അവള് പറഞ്ഞു. അരുണിനോട് പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ മിണ്ടാതെ നിന്നത്. താൻ എന്ത് പണിയെ കാണിക്കുന്നത്? ഇത്തരം ത്യാഗങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അസുഖം വന്നാൽ കൃത്യമായി പരിഗണിക്കണം, മരുന്ന് കഴിക്കണം, മാറ്റണം. വന്നേ, ഞാൻ മരുന്നെടുത്ത് തരാം. ഞാനെടുത്ത് കഴിച്ചോളാം, അരുൺ പൊയ്ക്കോളൂ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. വാ വാ. നിൽക്കും. ഇനി കുറച്ചേറെ റെസ്റ്റ് എടുത്താൽ മതി, മാറിക്കോളൂ. മരുന്നിനെ കുറിച്ച് എനിക്കും കുറച്ചൊക്കെ അറിയാം. അരുൺ ഇറങ്ങാൻ നോക്കിക്കോ. ഏയ്, താനൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ ഇറങ്ങുന്നുള്ളൂ. പ്ലീസ് അരുൺ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിന്റെ കാര്യത്തില് അരുണിന്റെ പേരിൽ ചില പരാതികളുണ്ട്. അത് വെറുതെ കൂട്ടാൻ നിൽക്കണ്ട. ഭാര്യയെ പരിചരിച്ചതിന്റെ പേരിലേ എന്തെങ്കിലും ദോഷം വരുവാണെങ്കിൽ അത് ഞാൻ പരിഹരിച്ചോളാം. താൻ കയറി കിടന്നേ. കിടക്ക്. എന്തൊരു കഷ്ടായത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവാണോ? തന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ടേ പോവാൻ വയ്യ. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഐ എം ലക്കി. ഞാനേ ഭാഗ്യവതിയാ, ശരിക്കും ഭാഗ്യവതിയാ. ചോദിക്കണം സർ. സാറിന് എന്താ അറിയേണ്ടത്? സാരംഗിന്റെ ബിസിനസ് പാർട്ണർ മായ. സാരംഗിന്റെ ഫാമിലിയുമായി മായ എങ്ങനെയാ? വലിയ അടുപ്പമൊന്നുമില്ല. സാരംഗിന്റെ ഫാമിലി എന്ന നിലയിലുള്ള അടുപ്പം മാത്രം. ദെൻ മായയോടൊപ്പം യാമി എന്ന പെൺകുട്ടി എങ്ങനെ യാത്ര ചെയ്തു, അതും വിദേശത്തേക്ക്? യാമി ഒരു നല്ല കുട്ടിയാണ്. അത്യാവശ്യം കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രാപ്തിയുണ്ട്. സാരംഗിന്റെ ബിസിനസ് പാർട്ണർ എന്ന നിലയ്ക്ക് ഞാൻ പരിചയപ്പെട്ട നിമിഷം മുതൽ ആ കുട്ടി എന്നോടൊരു അടുപ്പം കാത്തു സൂക്ഷിച്ചു. സ്വാഭാവികമായി ഞാനും എടുത്തു. ആക്ച്വലി ഡോക്ടർ മൈഥിലി ആ കുട്ടിയെ ഒരു വളർത്തു മൃഗത്തെ പോലെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് സ്വാഭാവികമായും ഒരു ഫ്രീഡം കൊതിച്ചിരിക്കണം. മലേഷ്യയിലേക്ക് പോകാനുള്ള തീരുമാനം മായ അങ്ങോട്ട് പറഞ്ഞതാണോ അതോ യാമി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതോ? ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതിലെന്താ തെറ്റ്? നമുക്കിഷ്ടം തോന്നുന്ന കുഞ്ഞുങ്ങളോട് ഒപ്പം പോരുന്നോന്ന് നമ്മൾ ചോദിക്കില്ലേ? അതൊരു സാധാരണ കാര്യമല്ലേ സർ? അതെ, പക്ഷേ കുഞ്ഞിനെ മായ കൊണ്ടുവന്ന കാര്യത്തില് ഡോക്ടർ മൈഥിലിക്ക് എതിർപ്പായിരുന്നു അല്ലേ? ഞാൻ സാരംഗിന്റെ സുഹൃത്തായതുകൊണ്ട് എതിർത്തു. ആ എതിർപ്പ് മറികടന്ന് സാരംഗ് അവളെ എന്റെ കൂടെ വിട്ടു. അവിടുന്ന് തിരിച്ചു പോകുന്നതുവരെ യാമിക്കൊന്നും സംഭവിച്ചില്ല എന്ന് സാരംഗ് എന്നോട് പറഞ്ഞത്. മായ എന്ത് പറയുന്നു? സർ, യഥാർത്ഥത്തിൽ ഇതൊരു നിസ്സാര കാര്യമാ. അവരുടെ വീട്ടിനുള്ളില് ഒരു മുറിക്കകത്ത് സംസാരിച്ചു തീർക്കാവുന്ന ഒരു നിസ്സാര കാര്യം. അതിനു പകരം ഒരു പരാതി എഴുതി സാറിനെ പോലെ ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ വിലപ്പെട്ട സമയം കളയുക എന്ന് പറയുന്നത് സത്യത്തില് സാറിനോട് തന്നെ ചെയ്യുന്നൊരു ദ്രോഹമല്ലേ സർ?
സോറി, അത്രയ്ക്കൊന്നും നമുക്ക് കടന്ന് ചിന്തിക്കണ്ട. അപ്പൊ മായാ മഹേശ്വരിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇല്ല സർ, സർ വെറുതെ സമയം കളയണ്ട. ഈ കേസ് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചേക്ക്. പിന്നെ ഇതിൽ കൂടുതൽ എന്നെ ചോദ്യം ചെയ്യാൻ സാറിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് സാറിന് തന്നെയാവും ബുദ്ധിമുട്ട്. എങ്ങനെ? അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന പോലീസുകാർക്ക് എന്താ സംഭവിക്കുക? ചിലപ്പോ സ്ഥലം മാറ്റം, അല്ലെങ്കിൽ സസ്പെൻഷൻ. ഓ, ഭീഷണിയാണോ? എക്സാക്ട്ലി. കുറച്ച് ഗൗരവമുള്ളവരെ ഭീഷണിപ്പെടുത്തിയാണ് എനിക്ക് ശീലം. തുറന്നു പറയാമല്ലോ, ഡിവൈഎസ്പി അൻവർ ഇനി എന്റെ പുറകെ സഞ്ചരിച്ചാൽ അതിന് നല്ല വില കൊടുക്കേണ്ടി വരും. ഓക്കെ, ഞാൻ കുറച്ചു ദിവസം ലീവ് എടുത്താലോ? എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇത്രയും ശക്തമായ ഭീഷണി ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഇപ്പൊ തന്നെ എന്റെ കൈയും കാലം വിറയ്ക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകാലം ഈ പോലീസ് പണിയിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്? മിസ്റ്റർ, നിങ്ങൾ എന്താ കരുതിയത്? സ്ഥലം മാറ്റത്തിന്റെയോ സസ്പെൻഷന്റെയോ കാര്യം പറയുമ്പോ പഞ്ചപുച്ചോടൊക്കെ നിങ്ങളെ മുന്നിൽ നിൽക്കുമെന്നോ? അങ്ങനെ ആരും ചെയ്തിട്ടില്ല ഞാൻ തർക്കിക്കുന്നില്ല. അന്തസ്സുള്ള ആരും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കാക്കേന്റെ ശരീരത്തിൽ കയറാൻ ഞാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ട്, സിൻസിയർ ആയിട്ട് തന്നെ. സോ അതെന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാതിരിക്കാനും എനിക്ക് ശ്രദ്ധയുണ്ട്. ഇനി ഇതിൽ കൂടുതൽ സാറിന് എന്ത് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. ഞാൻ എന്റെ അധികാരത്തിന്റെ ഒരു അംശം പോലും നിങ്ങളുടെ മുമ്പിൽ ചെലവാക്കിയിട്ടില്ല. എന്റെ അധികാരത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരണോ? മിസ്റ്റർ അൻവർ, മായാ മഹേശ്വരിയുടെ തിരിച്ചടികള് നിയമപരമായി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. Shut up! ഇനി ഒരു ശബ്ദം ഉയർന്ന ഈ നിമിഷം തന്നെ തൂക്കിയെടുത്തിട്ട് പോകും. ഉന്നതങ്ങളുടെ ബന്ധമോ പണത്തിന്റെ കൊഴുപ്പോ ഉപയോഗിച്ച് മായാ മഹേശ്വരിക്ക് എന്തു വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷെ ഈ കേസിന് കൃത്യമായ അവസാനം ഉണ്ടാവാതെ ഞാൻ നിങ്ങളെ വിടില്ല. മിസ്റ്റർ സാരംഗനെ ഞാൻ ചോദ്യം ചെയ്തു. ഇപ്പൊ നിങ്ങളെ. ഇനി എനിക്ക് ചോദ്യം ചെയ്യാനുള്ളത് യാമിയെ. അതും നാളെ സാരംഗിന്റെ വീട്ടിൽ വെച്ച്. നിങ്ങൾ അവിടെ ഹാജരാവണം. നമുക്ക് ആ കുട്ടിയെ കൂടെ ഇരുത്തി ഈ വിഷയം അങ്ങ് പരിഹരിക്കാം. നാളെ രാവിലെ. ഓക്കെ? എനിക്ക് പറ്റില്ല. പറ്റും. ഒരു നിഷേധമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞിറങ്ങും. എവിടെ പോയാലും കണ്ടുപിടിക്കും. പോലീസിന് നേരെ കുതിര കയറാൻ എളുപ്പമാ. പക്ഷെ പോലീസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാ. നാളെ സാരംഗന്റെ വീട്ടിൽ നിങ്ങൾ എത്തിയിരിക്കും. നിങ്ങൾ കുറ്റവാളിയും ഞാൻ പോലീസുമാ. റിമെമ്പർ ഇറ്റ്. സർ, വേറൊന്നും പറയാനില്ല. എനിക്കൊന്നും കേൾക്കണമെന്നുമില്ല. നാളെ സാരംഗന്റെ വീട്ടിൽ. ഓക്കെ?